മുഖ്യമന്ത്രിയുടെ വാക്ക് മാത്രം പോരാ, സമരം തുടരും. വഖഫ് ഭൂമി പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരം മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടും നിരാഹാര സമരം തുടർന്ന മുനമ്പം നിവാസികൾ 44-ാം ദിവസമായി ഇന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ബിജെപി നേതാവ് വി മുരളീധരൻ വൈകിട്ട് 4 മണിക്ക് മുനമ്പത്തെത്തും. അതിനിടെ വഖഫ് ആക്ടിന്റെ പ്രതീകാത്മക രൂപം കടലിൽ കെട്ടിത്താഴ്ത്തി മുനമ്പം ഭൂസംരക്ഷണ സമിതി പ്രതിഷേധിച്ചു. സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കാമെന്ന് ധാരണയായെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ശ്രമവും സമരസമിതി നടത്തുന്നുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. 44-ാം ദിവസവും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് സമരസമിതി. മുഖ്യമന്ത്രിയുടെ ഉറപ്പ് അവർ ഏത് രീതിയിലാണ് കാണുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. മുനമ്പം ഭൂപ്രശ്നത്തിൽ സ്ഥിരമായ ഒരു പാക്കേജ് അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ശാശ്വതമായ ഒരു നടപടി ഉണ്ടാകും വരെ ശക്തമായ രീതിയിൽ തന്നെ ആ സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം നിയോഗിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ പ്രശ്ന പരിഹാരം ഉണ്ടാകുക അത് തന്നെയാണ് ഏറ്റവും വലിയ പോംവഴി. അത് അല്ലാതെ മറ്റു രീതിയിലേക്ക് തങ്ങൾ വരേണ്ടതില്ല, ആരുടെയും അത്തരം വാക്കുകൾ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ സമരം തുടരുകയും ചെയ്യുന്നത്. ഇന്ന് 44-ാം ദിവസമാണ് ഇന്ന് സമരത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കാമെന്നൊരു ധാരണയുണ്ടെങ്കിൽ കൂടിയും ഇതിൽ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ധരിപ്പിക്കുക എന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ഒരു ഓൺലൈൻ ചർച്ച നടന്നു. അതിൽ അവർ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചു. അതിന് പോസിറ്റീവ് എന്ന് അവർ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് വസ്തുതകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന രീതിയിലേക്കാണ് അവർ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം ഇത്രയും കാലമുള്ള റവന്യൂ അവകാശങ്ങൾ അത് എല്ലാ രേഖകളും മതിയായ രേഖകൾ അടക്കം തന്നെ സർക്കാരിന്റെ പക്കൽ, റവന്യൂ വകുപ്പിന്റെ പക്കലുള്ളപ്പോൾ അത്തരം കാര്യങ്ങൾ അത് മാത്രം പരിശോധിച്ചാൽ മതി. കൂടുതൽ ചർച്ചകൾ അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകളിലേക്ക് ഇതിൽ പോകേണ്ടതില്ല എന്ന് തന്നെ അവർ പറയുകയും ചെയ്യുന്നു. എങ്കിൽ കൂടിയും എല്ലാവിധ സർക്കാർ നീക്കങ്ങളോടും സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ സമരം തുടരുകയും ചെയ്യുന്നു. ശക്തമായ രീതിയിൽ തന്നെ സമരം മുന്നോട്ട് പോവുകയുമാണ്. ഇന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് ബിജെപി നേതാവ് മുൻമന്ത്രിയുമായി വി മുരളീധരൻ ഇന്ന് വൈകിട്ട് മുനമ്പത്ത് എത്തുന്നുണ്ട്. അതോടൊപ്പം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മുനമ്പം പന്തലിലേക്ക് ഐക്യദാർഢ്യവുമായി വിവിധ ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജുഡീഷ്യൽ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകാം, അവരുമായി സഹകരിക്കാൻ തയ്യാറാണെങ്കിലും സമരത്തിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും വരുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് സമിതിയുടെ തീരുമാനം. ശരി ഡാനി.